ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. സോ ഓൾമോസ്റ്റ് എല്ലാ പിക്കിലും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ പറഞ്ഞിരുന്നു. സോ ഓയിൽ ഇന്ത്യയുടെ ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് പറയുന്നത് 413 ആയിരുന്നു. സോ 413 നല്ലൊരു സ്ട്രോങ് മൂവ് ആയിരുന്നു. അറൌണ്ട് 429.40 വരെ ഓയിൽ ഇന്ത്യ ഹൈ പോയിട്ടുണ്ട്. സോ 4 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു ഓയിൽ ഇന്ത്യയിൽ പറഞ്ഞത്. ഡാബറിൽ നമ്മുടെ ബൈയിങ് ലെവലാണ് ആക്റ്റീവ് ആയത്. ഡാബറിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡാബറിൽ 498 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ. 498 ബ്രേക്ക് ചെയ്ത 4 പോയിന്റ്സ്, 4 പോയിന്റ് ടാർഗറ്റ് ആയിരുന്നു ഡാബറിലും. ഐ എഫ് എൽ 607 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ. 613 വരെ ടാർഗറ്റ് പറഞ്ഞിരുന്നു. സോ എക്സാക്ട്ലി ഇന്ന് 614 വരെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എ യു ബാങ്കിൽ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നത്. എൽ ഐ സിയിലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എൽ ഐ സിയിൽ 851 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ. 858 ആയിരുന്നു ടാർഗറ്റ്. ഇന്ന് ഹൈ പോയത് 859.45 വരെയാണ്. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറും പോസിറ്റീവ് ക്ലോസിംഗ് ആണ്, എക്സെപ്റ്റ് ഐ ടി മാത്രമാണ് നെഗറ്റീവ് ക്ലോസിംഗ്. ബാക്കി എല്ലാ സെക്ടറും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ്. സോ ടോപ്പ് 3 സെക്ടേഴ്സ്: ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി കൺസ്യൂമറബിൾ ഡ്യൂറബിൾസ് ആൻഡ് മീഡിയ. ഈ 3 സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. LTP is greater than R1. സോ R1 ലെവൽ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനി വിത്ത് 10% ഇൻക്രീസ് ഇൻ ഷെയർ പ്രൈസ് ഓവർ 3 months. സോ ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് 10% ഇൻക്രീസ് ആയിട്ടുണ്ട് ഫോർ ദ പാസ്റ്റ് 3 months വിത്ത് റൈസിംഗ് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ആൻഡ് പ്രൈസ് അബൌവ് ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. 3 മൂവിംഗ് ആവറേജിലും എബൌവ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ന്യൂ 52 വീക്ക് ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. സോ റിലേറ്റീവ്ലി ഔട്ട് പെർഫോം. അതേപോലെ RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്, കമ്പനി വിത്ത് സീറോ പ്രൊമോട്ടർ പ്ലെഡ്ജ്, ടോപ്പ് ഗെയിനേഴ്സ്, ഹൈ വോളിയം ഹൈ ഗെയിൻ ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. സോ ഒരു DVM സ്കോർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മാത്രമാണ് സ്ലൈറ്റ്ലി ലോ ഉള്ളത്. ബാക്കി എല്ലാം തന്നെ സ്ട്രോങ് മൊമെന്റം ആണ്. വാല്യുവേഷനും ഒരു മീഡിയം വാല്യുവേഷൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ. സ്റ്റോക്കിന്റെ പേര് CSB ബാങ്ക് ആണ്, CSB ബാങ്ക് ലിമിറ്റഡ്. CSB ബാങ്കിൽ ഇന്ന് ക്ലിയർലി ഒരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു, ഹൈ വോളിയം ബ്രേക്ക്ഔട്ട് ആയിരുന്നു എന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. CSB ബാങ്ക് ലിമിറ്റഡ് സ്ട്രോങ് വോളിയം, കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ട് വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ ഒരു ഫോർമേഷനാണ് ഇത് ബ്രേക്ക്ഔട്ട് ആയിരിക്കുന്നത്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 459. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇതിന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 2 ടാർഗറ്റ് പ്രതീക്ഷിക്കാം, 480 ആൻഡ് 495. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 438 ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. സോ നല്ലൊരു ലോങ് കൺസോളിഡേഷന് ശേഷമുള്ളൊരു ബ്രേക്ക്ഔട്ട് ആണ് CSB ബാങ്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാം. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം VBL, വരുൺ ബിവറേജസ് ലിമിറ്റഡ്. VBLന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ 492.2 ആണ്. 492.2 ബ്രേക്ക് ചെയ്ത ഒരു ബൈയിങ് എൻട്രി, 4 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 488 ആണ്. 488 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 484 വരെയായിരിക്കും ടാർഗറ്റ് VBLന്റെ. ഹിന്ദ് പെട്രോളിനടുത്ത്, ഹിന്ദ് പെട്രോയിൽ സ്ട്രോങ് മൊമെന്റം ആയിരുന്നു എന്ന്. സോ സ്റ്റോക്ക് ഓൾറെഡി 6% അപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഇന്ന് ബ്രേക്ക് ചെയ്തത്. ഒരു ലോങ് ടൈം ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്തു. സോ 500 ലെവലിലാണ് ആസ് ഓഫ് നോ ക്ലോസിംഗ് ഉള്ളത്. സോ 501 ബ്രേക്ക് ചെയ്താൽ ഫർദർ മൂവ് ഇതിൽ പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 490 ആണ്. 490 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 485, 5 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ഹിന്ദ് പെട്രോൾ. ICICI Prudential ആണ് അടുത്ത്. ICICI Prudential എക്സാക്ട്ലി ഒരു ചാനൽ സ്ട്രക്ചറിൽ ഒരു ലോങ് ടൈം ചാനൽ ഫോർമേഷനാണ് മൂവ് ചെയ്യുന്നത്. സോ 671 ആയിരിക്കും ഇതിന്റെ ചാനൽ ടോപ്പ്. 671 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ 664 ആണ്. 664 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 658 വരെ ടാർഗറ്റ്. സോ 6 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും ICICI Prudential. SBI കാർഡാണ് അടുത്ത്. SBI കാർഡ് ആൻഡ് പേയ്മെന്റ് ലിമിറ്റഡ്. SBI കാർഡിലും നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു. മോർ ദാൻ 2% സ്റ്റോക്ക് എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ ലെവലിലാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. സോ 866 ബ്രേക്ക് ചെയ്ത ബൈയിങ് എൻട്രി, 7 to 8 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 854 ആണ്. 854 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 7 to 8 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ് അടുത്ത്. ടാറ്റ CPയുടെ എൻട്രി ലെവൽ
1195 ആയിരിക്കും. സോ ലോങ് ടൈം ആയിട്ട് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ, സോ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു റേഞ്ച് ബൗണ്ട് മൂവ് ആണ്. സോ 1195 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ഇതിന്. ഷോർട്ടിംഗ് ലെവൽ 1180 ആണ്. 1180 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1170 വരെ ആയിരിക്കും ടാർഗറ്റ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.